പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തെ തുടർന്ന് നേരത്തെ തീരുമാനിച്ച അമേരിക്കൻ സന്ദർശനം റദ്ദാക്കി ജപ്പാൻ പ്രതിനിധി. അമേരിക്കയുമായി വ്യാപാര കരാറിൽ ഏർപ്പെടാനായി തീരുമാനിച്ച യാത്രയാണ് റദ്ദാക്കിയത്. US-ൽ ജപ്പാൻ നടത്തുന്ന $550 ബില്യൺ നിക്ഷേപ കരാറിന് ഔദ്യോഗിക സ്ഥിരീകരണം നൽകുന്നതിനായാണ് പ്രതിനിധി US-ലേക്ക് പുറപ്പെടാനിരുന്നത്. ഈ വാർത്തയിലെ വിശദാംശങ്ങൾ കൂടി. തീർച്ചയായും നിഖിൽ, ഏറ്റവും പ്രാധാന്യമുള്ള ഒരു വിഷയം അല്ലെങ്കിൽ ഈ വാർത്ത പുറത്തു വരുന്നത്, ഇന്ന് നിലവിൽ ഈ വാർത്തകൾ പുറത്തു വരുന്നത്, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതിലെ റോയിസി യക്കസാവ എന്ന് പറയുന്ന ജപ്പാൻ്റെ ഒരു ട്രേഡ് നെഗോഷിയേറ്ററാണ്. അദ്ദേഹം അമേരിക്കയിലേക്ക് പോകാനുള്ള യാത്ര, അമേരിക്കയിലേക്കുള്ള യാത്ര റദ്ദാക്കുകയായിരുന്നു. ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി ജപ്പാനിലെത്തുന്നതിന് മിനിറ്റുകൾക്ക് മുമ്പാണ് ഇത്തരമൊരു തീരുമാനമുണ്ടായതെന്നതാണ് പ്രാധാന്യത്തോടെ നോക്കിക്കാണേണ്ടത്. ഇതിൻ്റെ പശ്ചാത്തലം കൂടി പരിശോധിക്കുമ്പോഴാണ് ഗൗരവം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. നമുക്കറിയാവുന്നതാണ്, അമേരിക്കയിൽ നിക്ഷേപം നടത്തുന്ന രാജ്യങ്ങൾക്ക്, അതായത് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന രാജ്യങ്ങൾക്ക് അധിക തീരുവ ഒഴിവാക്കി കൊടുക്കുന്ന ഒരു നീക്കം, അല്ലെങ്കിൽ അതുണ്ടാകില്ല എന്നൊരു നിലപാട് നേരത്തെ അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഇതിൻ്റെ ഭാഗമായി $550 ബില്യൺ നിക്ഷേപം അവിടെ നടത്തുന്നതിന്, അതായത് ജപ്പാൻ അമേരിക്കയിൽ നടത്തുന്നതിനൊരു ധാരണയിലെത്തിയിരുന്നു. പക്ഷേ അടിയന്തരമായ ധാരണപ്രകാരമുള്ള നിക്ഷേപം നടത്തണമെന്ന ഒരു സമ്മർദ്ദം അമേരിക്ക ചെലുത്തുക കൂടി ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇദ്ദേഹം അമേരിക്കയിലേക്ക് യാത്ര ചെയ്യാനിരുന്നത്. പക്ഷേ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയിരിക്കുന്നു. നമുക്കറിയാവുന്നതാണ്, 50% അധിക താരിഫ് ഭാരതത്തിന് ഏർപ്പെടുത്തിയതിന് പിന്നാലെയാണ് പ്രധാനമന്ത്രിയുടെ വിദേശ സന്ദർശനങ്ങൾ നടക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ വീണ്ടും ഭാരതവുമായി മികച്ച ബന്ധം പുനഃസ്ഥാപിക്കുന്നതിനുള്ള നീക്കങ്ങൾ നടക്കുന്നതിൻ്റെ കൂടി ഭാഗമായാണ് ഈ നടപടി ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല, ഏറ്റവും ഗൗരവമേറിയൊരു വിഷയം, $68 ബില്യൺ നിക്ഷേപം ജപ്പാൻ ഭാരതത്തിൽ നടത്തുന്നതിനുള്ള ഒരു പദ്ധതിയുണ്ട്, അത്തരത്തിലൊരു ധാരണയുണ്ട്. ആ ധാരണാപത്രം ഒപ്പുവയ്ക്കും ഇന്നത്തെ യാത്രയിലെന്നാണ് 2 ദിവസ സന്ദർശനത്തിലെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വാഭാവികമായും ആ ഒരു നിലപാട് പുറത്തു വരുന്നതോടുകൂടി, അല്ലെങ്കിൽ ആ ഒരു ധാരണ പുറത്തു വരുന്നതോടുകൂടി ഭാരതവുമായി കൂടുതൽ സഹകരിക്കുന്നതിനും ഭാരതത്തിൻ്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതിനും സാധിക്കും. അമേരിക്കയിൽ നിക്ഷേപം നടത്തുമ്പോൾ ഉണ്ടാകുന്ന മത്സരത്തേക്കാൾ കാര്യക്ഷമമായ കോമ്പിറ്റൻ്റായ മത്സരം ഭാരതത്തിൽ നടത്താൻ സാധിക്കുമെന്നൊരു ബോധ്യം ജപ്പാനുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് ഇത്തരമൊരു തീരുമാനം ജപ്പാൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നതും. ട്രേഡ് നെഗോഷിയേറ്ററുടെ യാത്ര, അല്ലെങ്കിൽ വാണിജ്യ വിഷയങ്ങളിൽ ചർച്ച ചെയ്യുന്നതിനുള്ള പ്രതിനിധിയുടെ യാത്ര ഒഴിവാക്കിക്കൊണ്ടുള്ളൊരു തീരുമാനം ഉണ്ടാവുകയും ചെയ്തത് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ ഒരു നീക്കമാണ് ജപ്പാൻ്റെ ഭാഗത്തു നിന്നും, അല്ലെങ്കിൽ ഭാരതത്തിന് ഏറ്റവും അനുകൂലമായൊരു നീക്കമാണ് ജപ്പാൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത്. ശരിയായി.